മുബഷീർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. തെരച്ചിൽ തുടരുകയാണ്. NDRFന്റെ സംഘങ്ങളും കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും ഇന്ന് അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തെരച്ചിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഇന്നലെ മന്ത്രിമാർ പറഞ്ഞത്. ഇപ്പോഴും കുറേയധികം മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാനുണ്ട്. പ്രതിബന്ധമായിട്ട് കാലാവസ്ഥയും നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ കൂടുതൽ മണ്ണോ മലയുടെ ഭാഗങ്ങളോ ഒന്നും ഇടിയുന്നില്ല എന്നുള്ളത് അല്പം ആശ്വാസകരമായ കാര്യവുമാണ്. പ്രേക്ഷകർക്ക് മുബഷീർ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. എവിടെയാണ് ഈ മൺകൂന കൂട്ടിയിട്ടിരിക്കുന്നത്? അതാണല്ലോ ഇപ്പോൾ വിവാദമായി മാറിയതും. ഒലിച്ചു വന്ന മണ്ണും ഇപ്പോഴും ടാർപോളിൻ കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന മണ്ണുമുണ്ട് ചില ഭാഗങ്ങളിൽ. ഒരു ഭാഗം ഇടിഞ്ഞു വരികയും അത് ഈ കൂട്ടിയിട്ടിരുന്ന മണ്ണുമായി താഴേക്ക് ചെളിയായിട്ട് മാറുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ആ ഭാഗങ്ങളിൽ തെരച്ചിൽ നടക്കുന്നത്? എന്താണ് പ്രതിബന്ധമായി നിൽക്കുന്നത് മുബഷീർ? ഡോക്ടർ കുമാർ, 4 സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. ഇന്നലെ ഇവിടെ നിരവധി പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് പോലും തെരച്ചിലിനെ കാര്യമായി തന്നെ അത് ബാധിച്ചിരുന്നു. പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്നതെന്ന് ഇന്നലെ തന്നെ മന്ത്രിമാർ ആവശ്യപ്പെട്ടതായിരുന്നു. ഈ മേഖലയിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്, പാലത്തിൽ ഏകദേശം 4 ആൾപ്പൊക്കത്തിൽ തന്നെ മൺതിട്ടകൾ രൂപപ്പെട്ട് വലിയ രീതിയിലുള്ള തടസ്സം അത് സൃഷ്ടിച്ചിരുന്നു. പക്ഷേ രാത്രി ഏറെ വൈകി 3 മണിയോടുകൂടിയും തുടർന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആ പാലം ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹന സംവിധാനങ്ങൾ നിലവിൽ കെടാവർ നായകൾ സ്പോട്ട് ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിക്കാൻ പാകത്തിൽ ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ഇവിടെ നിന്നും തൊട്ടപ്പുറത്ത ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് ആ പാലത്തിലൂടെ മറുവശത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ്. നിലവിൽ ഔദ്യോഗിക സംഘങ്ങൾ NDRF, പോലീസ്, ഫയർഫോഴ്സ് അടങ്ങുന്ന ഔദ്യോഗിക സംഘങ്ങൾ മാത്രമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിന്റെ കൂടെ ആ മൺതിട്ടകൾ നിൽക്കുന്ന മേഖല നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ വൈകിട്ടോടു കൂടിയൊക്കെ തന്നെ അവിടെ വലിയ രീതിയിൽ മൺകൂനകൾ ഉണ്ടായിരുന്നു, കോൺക്രീറ്റ് പാളികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഏറെക്കുറെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട് എന്ന് പറയപ്പെടുന്ന മേഖല ആ തുരങ്കപാതയോട്, അതായത് നീല ടാർപോളിൻ പിരിച്ച മേഖലയോട് മുൻവശത്താണ് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോഴും ആ രീതിയിൽ തന്നെ മൺകൂനകൾ കാണാൻ സാധിക്കും. വലിയ ഉയരത്തിൽ മൺതിട്ടകൾ കാണാൻ സാധിക്കും. മണ്ണെടുക്കും തോറും വീണ്ടും മണ്ണ് താഴേക്ക് അടർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇടവിട്ട് പെയ്യുന്ന ചാറ്റൽ മഴ അതും കാര്യമായിട്ട് രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കാണാതായ 5 പേരെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിരവധി ആളുകളുണ്ട്. ഇന്നലെ ഏറെ വൈകിയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ദൗത്യ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. നിങ്ങൾ എവിടുന്നാ? കോഴിക്കോട്. രാത്രി 3 മണിയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം. എന്താ ഇവിടെ കടുത്ത വെല്ലുവിളിയായി മാറുന്നത്? ഇവിടെ മെയിനായിട്ട് മഴ തന്നെയാണ്. രണ്ടാമത്തെ റോഡ് ഇന്നലെ ക്ലിയർ ചെയ്യാന്നുള്ളായിരുന്നു ഇന്നലത്തെ ലക്ഷ്യം. ഇതിപ്പോ ഈ ഒരു പാലം ബേസ് ചെയ്ത് മാത്രമല്ല അങ്ങേ ഭാഗത്തേക്ക് വണ്ടി പോകാനുള്ളൂ. ഇന്നലെ റോഡ് ബേസ് ചെയ്യാന്നുള്ളത് മാത്രം അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ താഴെ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ കാര്യമായിട്ട് തിരയാനുള്ളത്. ഹിറ്റാച്ചി JCB ഉപയോഗിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഇനിയുള്ളൂ. പിന്നെ അതേപോലെ പുഴവക്കത്ത് സൈഡിൽ ഒക്കെയാണ് കാര്യമായിട്ട് സെർച്ച് ചെയ്യാനുള്ള റെസ്ക്യൂ. ഹിറ്റാച്ചിക്ക് നേരത്തെ അങ്ങോട്ടേക്ക് എത്താത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്നലെ പുലർച്ചയോടെ തന്നെ മണ്ണ് നീക്കി ഹിറ്റാച്ചിക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. ഏകദേശം എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അങ്ങേ ഓപ്പോസിറ്റ് സൈഡിൽ ഹിറ്റാച്ചി JCB ഉണ്ട്. പക്ഷെ രണ്ടും കൂടി ഇങ്ങോട്ട് ഓപ്പോസിറ്റൊന്നും ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും കൂടി പോയിട്ടാണ് ഇപ്പോൾ ഇത് കവർ ചെയ്തത്. ആ റോഡ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. കാരണം അത് ആയെങ്കിലാണ് വണ്ടി പോകുന്നതും അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഭാഗം ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഈ കണ്ടെയ്നറുകൾ, അതായത് ഈ ലേബർ തൊഴിലാളികൾ താമസിച്ചിരുന്ന കണ്ടെയ്നറുകൾ ഉൾപ്പെടെ മണ്ണിനടിയിൽ പോയി എന്ന് പറയുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും ഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിലവിൽ കണ്ടിട്ടില്ല. അതിന് മാത്രം ഐറ്റിൽ മണ്ണുണ്ട് അവിടെ. അത് അത്രത്തോളം വലിയ പാറകളിൽ അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഈ റോഡ് ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റോഡിന്റെ കറക്റ്റ് എൻഡിലാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. ഇങ്ങോട്ട് കീഞ്ഞിക്കല്ലേ. അപ്പോൾ അതിന്റെ ചോട്ടിലാവും. ഇപ്പോൾ ഈ റോഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സ്പോട്ടും കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആ രീതിയിലാണ് ഇപ്പം ഇന്നലെ കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഉച്ചയോടെ തന്നെ നമുക്ക് ഈ 5 ആളുകളും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലേ? പ്രതീക്ഷ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ JCB ഹിറ്റാച്ചി ഈ താഴെ ഭാഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു ദുസ്സഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അവിടെ ഒരു ചതുപ്പും കാര്യങ്ങളൊക്കെയാണ്, അതേപോലെ ലൂസ് മണ്ണും അല്ലേ. അപ്പം മേലെ നിന്നിട്ട് വലിക്കണത് എത്രത്തോളാണെന്നുണ്ടെങ്കിൽ ആ എൻഡിൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. അരുൺകുമാർ, അദ്ദേഹം പറഞ്ഞ ആ മേഖല ഒന്ന് കാണിക്കാൻ തോന്നുക. അതാ ഉണ്ണി ഒന്ന് ഇങ്ങോട്ട് പാൻ ചെയ്താൽ, ഇവിടെ നിന്ന് പാൻ ചെയ്താൽ ഇന്നലെ ആ തൊട്ടടുത്ത മേഖലയിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് മണ്ണിടിച്ചൽ ഭീഷണിയിലുള്ളത് കൊണ്ട് പോലീസ് ഏകദേശം അപകടം നടന്ന മേഖലയിൽ നിന്നും 400 മീറ്റർ അകലെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇപ്പോഴും അവിടെ മണ്ണടിഞ്ഞുകൂടിയത് കാണാൻ സാധിക്കും. അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ തന്നെ ഏറെ പണിപ്പെട്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. കയറൊക്കെ തന്നെ കെട്ടി ശരീരത്തിൽ അത് കെട്ടി ഇറക്കിയതിനു ശേഷം താഴേക്ക് ഇറങ്ങിയായിരുന്നു പ്രവർത്തനം നടത്തിയിരുന്നത്. ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ അവർ നമ്മളോട് പങ്കുവെക്കുന്നത് നിലവിൽ ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അതിവേഗത്തിൽ മണ്ണെടുപ്പ് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വലിയ വെല്ലുവിളിയായി മാറിയിരുന്നത് അങ്ങോട്ടേക്ക് JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്നത്, അതായത് ഓരോ ഭാഗത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്തോറും മറുവശത്തു നിന്ന് മണ്ണ് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യം. അശാസ്ത്രീയമായിട്ടുള്ള മണ്ണ് കൂട്ടി വെച്ചതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴും അത് മാത്രമാണോ അപകടത്തിന് കാരണമെന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും ഉയരുമെന്നുള്ളതാണ്. 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ കമ്പനിയിൽ ദീർഘകാലമായി ജോലി ചെയ്തിരുന്ന 5 പേരാണ്. അവരുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ പറയുന്ന 5 പേരല്ല, 10-ലധികം ആളുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കാം എന്നുള്ളൊരു സാധ്യത അവർ പറയുന്നുണ്ട്. അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഉൾപ്പെടെ ഇവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു, യാത്രക്കാരുണ്ടായിരുന്നു, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് മണ്ണിടിച്ചിലുണ്ടായി. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന പള്ളിയും വീടൊക്കെ തന്നെ തകർന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആളുകൾ അതിനുള്ളിൽ അകപ്പെട്ടിരിക്കാം. ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കണക്കിനപ്പുറത്തുള്ള ആളുകളുണ്ട്. തെരച്ചിൽ ഊർജിതമാക്കുന്ന ആവശ്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. നിലവിൽ ഈ തുരങ്കപാതയോട് ചേർന്ന് അർജുൻ കല്യാണും, PR സുനിലും, TV പ്രസാദും, സുനോയ് തോമസും ഒക്കെ ഇപ്പോൾ സ്ഥലത്തുണ്ട്.